ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു യാത്രയിലേക്ക് പോവുകയാണ്, അതും ജലമാർഗത്തിലൂടെ. ഇത് കൊച്ചി വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ്. അപ്പം നമ്മൾ ഇന്ന് നേരിട്ട് ആസ്വദിക്കാൻ പോവുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് ടെർമിനലിലാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് 3 ഓപ്ഷനുകളുണ്ട്. കൗണ്ടറിൽ നിന്ന് എടുക്കാം, പിന്നെ കൊച്ചി വൺ ആപ്പ് ഉപയോഗിച്ചെടുക്കാം, അല്ലെങ്കിൽ കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് QR സ്കാൻ ചെയ്യാം. നമുക്ക് 30 മുതൽ 40 രൂപ വരെ ടിക്കറ്റ് നിരക്കുണ്ട്, അത് റൂട്ടിനനുസരിച്ച്. അപ്പം ഞാനിന്ന് പോകുന്നത് കാക്കനാട് മുതൽ വൈറ്റില വരെയാണ്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ബോട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു മെട്രോ ബസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ ആണ്, സീറ്റുകൾ വളരെ സുഖപ്രദമായിട്ടുള്ള സീറ്റുകൾ, അതുപോലെ തന്നെ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കായൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇത് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദവും ശബ്ദമില്ലാത്തതുമാണ്. കാക്കനാട് മുതൽ വൈറ്റില വരെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കാടമ്പ്രയാർ, ഇൻഫോ പാർക്ക്, സിവിൽ സ്റ്റേഷൻ, കാക്കനാട് ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പോൾ കാടമ്പ്രയാർ എന്ന് പറയുന്ന ഒരു കായൽ പ്രദേശമാണ്. അപ്പോൾ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ആസ്വദിച്ച് നമുക്കിതിലൂടെ യാത്ര ചെയ്തു പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ കയറുമ്പോൾ തന്നെ എന്താണ്, ഒരു ഭയങ്കര മോഡേൺ ഫീലാണ്. ഇപ്പോൾ ഇത് മെട്രോ ആണോ അതോ ബോട്ടാണോ എന്ന് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ കാറ്റ്, കായൽ കാഴ്ച, ഇതൊക്കെ കായൽ കാഴ്ചയൊക്കെ ആസ്വദിച്ച് തന്നെ നമുക്ക് മെട്രോ യാത്ര നടത്താം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ യാത്രയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. കാടമ്പ്രയാർ, ഇൻഫോ പാർക്ക്, സിവിൽ സ്റ്റേഷൻ, വൈറ്റില. അപ്പോൾ കാടമ്പ്രയാർ എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് കടന്നു ചെല്ലും. അപ്പം ഇൻഫോ പാർക്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ IT പാർക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് സിവിൽ സ്റ്റേഷൻ, പിന്നെ വൈറ്റില, കൊച്ചിയിലെ പ്രധാന മൊബിലിറ്റി ഹബ്, ബസ്, മെട്രോ, വാട്ടർ മെട്രോ എല്ലാം ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ജലമാർഗത്തിലൂടെ കാണുമ്പോൾ റോഡ് യാത്രയേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ കൊച്ചിയിൽ 5 റൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കോർട്ട് ടു വൈപ്പിൻ, വൈറ്റില മുതൽ കാക്കനാട് വരെ, ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെ, സൗത്ത് ചിറ്റൂർ മുതൽ ഏലൂർ ചേരനല്ലൂർ വരെ, ഹൈക്കോർട്ട് ബോൾഗാട്ടി, സൗത്ത് ചിറ്റൂർ വരെ. ഇങ്ങനെ 5 റൂട്ടുകളാണ് ഇപ്പോൾ കൊച്ചിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടൂറിസം ആകർഷണം മാത്രമല്ല, നഗര ഗതാഗതം മെച്ചപ്പെടുത്താനും മലിനീകരണം കുറയ്ക്കാനും ദ്വീപ് നിവാസികൾക്ക് സൗകര്യങ്ങൾ നൽകാനും ഉദ്ദേശിച്ചുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 5 റൂട്ടുകളാണുള്ളത്. 2035ഓടെ 38 ടെർമിനലുകളും 15 റൂട്ടുകളും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ജലഗതാഗത നെറ്റ്വർക്കാവും. അപ്പോൾ 2035ഓടെ ഏഷ്യയുടെ ഏറ്റവും വലിയ ജലഗതാഗത നെറ്റ്വർക്ക് ആകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ.
ഇതിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇത് ആസ്വദിക്കാനായിട്ട്, അതായത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു യാത്ര തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ കാക്കനാട് മുതൽ വൈറ്റില വരെയുള്ള വാട്ടർ മെട്രോ യാത്ര. നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര സൗകര്യപ്രദവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു യാത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് നേരിട്ട് തന്നെ പരീക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും സൗകര്യപ്രദവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ യാത്ര നിങ്ങളും ഒരിക്കൽ പരീക്ഷിച്ച് നോക്കൂ. അടുത്തെങ്കും ഞാൻ ഇതുപോലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന യാത്ര ചെയ്തിട്ടേയില്ല. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായി ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയേറുന്നത്. അപ്പോൾ നിങ്ങളും ഈ യാത്ര ട്രൈ ചെയ്ത് നോക്കൂ. അത്ര മനോഹരമാണ് ഈ യാത്ര. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. നമുക്കിനിയും നമ്മുടെ സ്റ്റേഷൻ അടുക്കാറായി വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരാൻ പോവുകയാണ്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള ടെർമിനലായിരിക്കുന്നു. ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് വൈറ്റില ടെർമിനലിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു യാത്രയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.